ഞാൻ എത്ര തവണ കരഞ്ഞെന്ന് പോലും എനിക്ക് അറിയില്ല. കെമിസ്ട്രി, അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ബോണ്ട്, അത് ഓൺ സ്ക്രീൻ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എനിക്ക് എന്തോ ഭയങ്കരമാണ്. നല്ല അടിപൊളി സിനിമയാണ്. ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ പറയാം, ആദ്യമായിട്ടാണ് ഒരു സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ വന്ന് തനിച്ചാണ് ഞാൻ വന്നത്. വീട്ടിൽ ആരും ഇല്ലാതെ എനിക്ക് വന്നത്. അപ്പം അടിപൊളി സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല ഇമോഷണൽ ആണ്. നമുക്ക് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നവർക്ക് ആ ഒരു ബോണ്ടൊക്കെ അവര് പക്കയാണ്. എന്ന് വെച്ചാൽ ധ്യാനും പ്രണവും തമ്മിലുള്ള സീനൊക്കെ നമുക്ക് അവര് വെറുതെ ഒന്ന് ആ ഒരു ലുക്ക്, ധ്യാൻ ശ്രീനിവാസിന്റെ ചില ലുക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഞാൻ എത്ര തവണ കരഞ്ഞെന്ന് പോലും എനിക്ക് അറിയില്ല. എന്നെ കണ്ടാലും കരയായിരിക്കും. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരുപാട് കഴിഞ്ഞ അടിപൊളിയാണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഈ ജനറേഷനിൽ ഇവര് പുതിയ സിനിമ എടുക്കുന്ന അങ്ങനെ ഒരു കഥയാണ്. പിന്നെ നിവിൻ പോളി അവസാനത്ത് ഞാൻ നിവിൻ പോളി എപ്പോ എത്തും. ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേ ചേച്ചിക്കൊക്കെ മെസ്സേജ് അയച്ചു, നെക്സ്റ്റ് ഹാഫ് കുറച്ച് ഫണ്ണ്, മറ്റേത് കുറച്ചുകൂടി ഇമോഷണൽ ആയതുകൊണ്ട് നിവിൻ പോളി വരുമ്പോൾ ഫൺ. പക്ഷെ ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ആണ് നിവിൻ പോളി എത്തുന്നത്. ആ ഒരു സമയത്ത് ഒരു മണിക്കൂറിനുള്ളിലാണ് വരുന്നത്. വന്ന സ്ഥലത്ത് അങ്ങ് സ്കോർ കൈ അടിയായിരുന്നു എല്ലാരും, ആൾക്കാരെല്ലാരും. നമ്മൾക്ക് അങ്ങ് നിവിൻ പോളിക്ക് പറഞ്ഞ, അതായത് എല്ലാരോടും പറയാനുള്ള ആ സിനിമയിൽ കൂടെ അങ്ങ് പറഞ്ഞു. അത്ര അടിപൊളിയായിരുന്നു. എന്തായാലും തിരിച്ചു കിട്ടി. അങ്ങനെ കോമഡിയൊക്കെ വർക്ക്ഔട്ട് ആണ്. അതെ നമ്മളെ വിനീത് ശ്രീനിവാസൻ നന്നായി നിവിൻ പോളിക്ക് ഒരു സ്പേസും കൊടുത്ത്, നിവിൻ പോളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ചാൻസും കൊടുത്ത് അത് അടിപൊളിയാണ്. അജ് വർഗീസ്, എല്ലാരും. എനിക്ക് ധ്യാൻ ശ്രീനിവാസും പ്രണവും തമ്മിലുള്ള കോംബോ ഭയങ്കര ഇഷ്ടം. അവരുടെ കെമിസ്ട്രി, അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ബോണ്ട്, അത് ഓൺ സ്ക്രീൻ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എനിക്ക് എന്തോ ഭയങ്കര അവരുടെയൊക്കെ ഒരു ലുക്ക് വെറുതെ ഒന്ന് നോക്കുമ്പോഴും അവിടെ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക്. അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അങ്ങനത്തെ നമുക്ക് തോന്നാം. പക്ഷെ ഇവര് തമ്മിലുള്ളൊരു ഇത് പറഞ്ഞറിയിക്കാൻ ഭയങ്കര ഇമോഷണൽ ഉണ്ട് കേട്ടോ. ചിലപ്പം ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് തവണ കരഞ്ഞ്, ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ, ചില സീനൊക്കെ ഭയങ്കര ഇമോഷണൽ ആണ്. പക്ഷെ അവസാനം വരെ എനിക്കിഷ്ടമായി. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു 4.8. ഓക്കെ, കിടിലം. ഒന്നും പറയാനില്ല. സിനിമയുടെ ബന്ധങ്ങളും കാഴ്ചകളും എല്ലാം എങ്ങനെയുണ്ട്? ഇമോഷണലി കുക്കായല്ലേ? നല്ല പടം. മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ട് ഓർമ്മ. ഈ ന്യൂ ജനറേഷനിൽ ഇവര് തമ്മിലുള്ള പ്രണവൊക്കെ നന്നായിട്ടുണ്ട്. നിവിൻ പോളി കഴിഞ്ഞാത്തോണം. നിവിൻ പോളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനെക്കാട്ടി ഏറ്റവും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ കരിയർ ബെസ്റ്റ് മൂവിയാണ് ഉഗ്രൻ. പിന്നെ അല്ലാതെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ നന്നായിട്ട് അഭിനയിച്ചു. വിനീത് ശ്രീനിവാസന്റെ കരിയർ ബെസ്റ്റ് സൂപ്പർ. ഇമോഷണലി കണക്റ്റഡ്, എല്ലാം കണക്റ്റഡ്. അത്യാവശ്യം രണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ ബുക്ക് ചെയ്യുന്നുണ്ട്. സെറ്റാണ്. പ്രണവന്റെ പൊളിയാണ്. ഇപ്പൊ അഭിനയിച്ചതില് ഏറ്റവും ബെറ്റർ ആയിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ലാലേട്ടൻ ശ്രീനിവാസൻ ആ ഒരു കാലഘട്ടം തോന്നിയോ? അങ്ങനെയല്ല, അവരുടെ ചെറിയ മാനറിസംസ് ഉണ്ട്. പക്ഷെ പടം സൂപ്പർ ആയിട്ടുണ്ട്. നിവിൻ പോളിയുടെ കഴിഞ്ഞാട്ടാണോ? നിവിൻ പോളിനെ ഒരു 5-6 കൊല്ലത്തിന് ശേഷം കണ്ടൊരു അടിപൊളി ലാസ്റ്റ് ഒരു അരമണിക്കൂർ അത്ര ഉണ്ടാവത്തുള്ളൂ പടം. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്. പഴയ ഒരു നിവിൻ പോളി തിരിച്ചു വന്നു. റോക്ക്ഡാണ് പുള്ളി. ആ കാലഘട്ടം എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളാം.